ഇത് കണ്ടോ, ഞാൻ പണ്ട് ഉണ്ടാക്കിയ റീത്താണ് കേട്ടോ, ക്രിസ്മസ് റീത്ത് അല്ല വ്രത്ത്. കുറെ വർഷങ്ങളായിന്ന് എനിക്ക് തോന്നുന്നു, ഏതായാലും എന്റെ 5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പൊ അത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതൊന്നേ അഴിച്ചിട്ട് പുതിയതൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കാർഡ് ബോർഡാണ് വെച്ചേക്കണത്, ഇത് ഈ ടൈപ്പ് കാർഡ് ബോർഡ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോയത്. നമുക്ക് 2 ടൈപ്പിൽ ഇത് ഉണ്ടാക്കാം. ന്യൂസ് പേപ്പർ വെച്ചിട്ട് റൗണ്ട് ഉണ്ടാക്കി എടുത്തിട്ട് അതിലും വെക്കാം, ഇതുപോലെ വേണമെങ്കിലും വെക്കാം. ഇത് എളുപ്പത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് എളുപ്പം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പൊ അന്ന് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ 5-6 വർഷമായിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ഇത് തന്നെ ഇട്ടുകൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ നമ്മള് വാതിലുമേലൊക്കെ വെക്കുന്ന സംഗതിയാണ് കേട്ടോ ഇത്. ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ എഴുതി വെക്കും. കയറി വരുന്നവരെ വെൽക്കം ചെയ്യുന്ന ഒരു ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് വന്നു, വെൽക്കം ചെയ്യുന്നു എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൂക്കുന്നതാണ് വാതിലുമേലെ ക്രിസ്മസ് ട്രീ. അപ്പൊ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കാർഡ് ബോർഡ് വട്ടത്തിൽ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് അഴിച്ചെടുക്കാവേ. കുറേ കമ്പി ഇതാണ്. സ്പെഷ്യൽ ആയിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല, ഇത് തന്നെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് കമ്പി വെച്ച് ചുറ്റിയെടുത്തേക്കും കേട്ടോ. എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ലേ. ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലുണ്ടല്ലോ എന്റെ അൽത്താ പോലത്തെ സാധനങ്ങളാണ് കേട്ടോ. സകല പെയിന്റിങ്ങിന്റെയും ക്രാഫ്റ്റ് ചെയ്തോണ്ടിരുന്നതിന്റെയും ഇതുപോലെ ക്രിസ്മസ് ഡെക്കർ ചെയ്യുന്നതിന്റെയും പിന്നെന്താ പിന്നെ സാരിയിലൊക്കെ ആരി വർക്ക് ചെയ്യൂലേ, അങ്ങനത്തെ പരിപാടി, ബ്ലൗസിലൊക്കെ. അപ്പൊ അതിന്റെയും ഒക്കെ അൽത്താ പോലത്തെ സാധനങ്ങൾ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് വർക്ക് പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാ. ഇത് നമ്മുടെ ഗ്ലൂ ഗൺ. ഇതിനാണ് നമ്മൾ ഒട്ടിക്കല് മുഴുവൻ നടക്കുന്നത്. ഇപ്പത്തെ പിള്ളേരുടെ കയ്യിലല്ല ഈ സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്കിതില് റൗണ്ട് വരച്ചെടുക്കാം. ഇതിന്റെ അളവ് കറക്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ അവസ്ഥ കണ്ടോ, ഇതാണ് അവസ്ഥ. ഒരു വട്ടം കൂടി വേണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാൻ ഇത് ആരി വർക്കിന്റെ സംഭവങ്ങളാണ് കേട്ടോ. കണ്ടോ, ത്രെഡ് ഒക്കെ ഉണ്ട്, മുത്തുകളൊക്കെ ഉണ്ട്, ക്രാഫ്റ്റിന്റെ സാധനങ്ങളുണ്ട്. അത് നമ്മുടെ ബ്രഷ് ആണ് കേട്ടോ. ഇതൊക്കെ ബ്രഷ് ഐറ്റംസ്. കട്ട് ചെയ്യാനുള്ള സംഗതി കിട്ടി. ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാമേ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ നമ്മുടെ ക്രിസ്മസ് ട്രീന്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രീ ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീന്റേത്. 30. ഇത് പണ്ട് മേടിച്ചതാ കേട്ടോ. ഒന്ന് ആലോചിക്കാം, അന്ന് ഇതിന് 20 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. 5 കൊല്ലോ 6 കൊല്ലോ എങ്ങാണ്ടായി.
ചെറിയ കമ്പിയാണെങ്കിലും ഭയങ്കര ബലമാണ്. ഇതാ ഇതിലേക്ക് നമുക്കൊരു കമ്പി ചുറ്റി കൊടുക്കാം കേട്ടോ. ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ഇങ്ങനെ ചുറ്റിയെടുക്കാം. തികഞ്ഞില്ലെങ്കിൽ ഒരെണ്ണം കൂടി എടുത്താൽ മതി. കട്ടിയിൽ ചുറ്റിയാൽ തികയത്തില്ല. ചുറ്റിയത് അത്യാവശ്യം വെറൈറ്റി ഉണ്ടാക്കാം അല്ലേ? ഇതിൽ ചുറ്റിയെടുക്കാവേ. ഇത്രയും ചുറ്റുന്നുള്ളൂ കേട്ടോ. ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ചൂടാക്കി കൊണ്ടുവന്നത് ഒഴി ചാടിപ്പോയി. എനിക്ക് അവിടെ പോണം. സ്വിച്ച് ബോർഡിന്റെ അടുത്തേ അവിടോട്ട് കൊണ്ട് ഇട്ടാ മതിയായിരുന്നു. നമുക്കിത് ചുറ്റി കൊടുക്കാം കേട്ടോ. ഈ കാർഡ്ബോർഡ് ഒന്നും മറിഞ്ഞു പോണല്ലോ. ഇതിവിടെ ചുറ്റിയിട്ടുണ്ട്. നമുക്കിത് ചുറ്റിയെടുക്കാം. കുറച്ച് മതി കേട്ടോ. ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് വൃത്തികേടാക്കിയില്ലേ എന്ന് ചോദിക്കരുത്. പെട്ടെന്ന് ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ. ഇതിലേക്ക് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ. മുകളിൽ ഒരെണ്ണം വെച്ചു. റെഡി? ഇതാ ഇതിനുള്ളിൽ മുത്തില്ല കേട്ടോ. മുത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കട്ടെ.
എങ്ങനെയുണ്ട്? സൂപ്പർ ആയില്ലേ? ഇനി ഇതുകൂടി ഉണ്ട്, അത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു. ഇത്രയേ ഉള്ളൂ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കല് കേട്ടോ. ഇനി ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു കമ്പിയും കൂടെ കെട്ടി കൊടുക്കണം. ഇതിട്ടിട്ടാണ് കേട്ടോ വാതില് ഹാങ് ചെയ്തിടുന്നത്. റെഡി ആയില്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന പരിപാടി. ഇനി ഇതാ ഇവിടെ ഒരെണ്ണം കൂടി മിച്ചമുണ്ട്, അത് ഇതിൽ പിടിപ്പിക്കുന്നതായിരിക്കും പ്രത്യേകം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അടിപൊളിയായിട്ടില്ലേ? നോക്കൂ, ഇത് നമ്മൾ വാതിലിൽ ഒട്ടിച്ചു വെക്കൂ. ഇത്രയേ ഉള്ളൂ ക്രിസ്മസ് ട്രീ പരിപാടി കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കലായിരുന്നു കേട്ടോ. വാതില് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വേണം സെറ്റ് ചെയ്യാൻ. കുറച്ചായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറം ഭാഗമല്ലേ, പുറത്തല്ലേ, അപ്പൊ അത് ആൾക്കാർ നോട്ടീസ് ചെയ്യും. സോ അത് ചെയ്യുമ്പോൾ ഫുൾ സെറ്റപ്പ് ആയിട്ട് ചെയ്യണം. അപ്പൊ എല്ലാം ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് കുറേയൊക്കെ ഉണ്ട് ഓൾറെഡി ഉള്ളതും ഞാൻ സെറ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ ഒരു ട്രീ, പിന്നെ ഇതെന്താ ഒരു ട്രീ പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഡോറിൽ വെക്കാനുള്ളതാണ് കേട്ടോ. ഇങ്ങനെ വരും. അപ്പൊ ട്രീയും ക്രിസ്മസ് ട്രീയും ഒക്കെ വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ.